സമയത്തൊക്കെ പുള്ളി എക്സ്ട്രീം ലെവലായിരുന്നു. ലാബിൽ എനിക്ക് പോയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ശ്രീനിവാസനെ ഒരാൾ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കും. സിന്തറ്റിക്കില് ഭീകരമായിട്ടുള്ള സിനിമ, മലയാള സിനിമയും ഓർഗാനിക് ഒന്നും ആർക്കും വേണ്ട. ഇതവരെ സ്വാധീനിക്കുന്നില്ലേ? കുട്ടികളിലോട്ടുള്ള ശ്രദ്ധ പേരൻസിൻ്റെ കുറഞ്ഞിരിക്കുന്നു. സിറ്റുവേഷൻ കിടക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ, പുള്ളി ലഹരി മരുന്നിന് അടിമയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സമയത്തൊക്കെ പുള്ളി എക്സ്ട്രീം ലെവലായിരുന്നു. പുള്ളി അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുന്ന പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. അതുകൊണ്ട് ഞാൻ ഇത്രയും സിനിമ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ റീഹാബാണ് ആക്ച്വലി. കാരണം എനിക്ക് റീഹാബിൽ എനിക്ക് പോയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ തീരുമാനം എടുത്തു 2020 തൊട്ടിട്ട് ഒരു 3 വർഷം ഞാൻ നിർത്താതെ പണിയെടുത്തു. ഓക്കെ, ആ തീരുമാനമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം പോലും ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം പോലും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. കോവിഡ് കാലം അതിനെ ഹെൽപ്പ് ചെയ്തോ? കോവിഡ് കാലം കാരണം കോവിഡ് കാലം സാധനം കിട്ടാതെ വന്നല്ലോ, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സാധനം കണ്ടെത്താൻ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല 2021 കോവിഡ്, 2020 തുടക്കം അല്ലേ? അതെ, 20 മാർച്ചൊക്കെ നമ്മൾ 2021 ലാസ്റ്റ് തൊട്ടിട്ട് 2 ഇയേഴ്സ് 2.5 ഇയേഴ്സ് ഞാൻ നിർത്തി കഴിഞ്ഞ 2020 കഴിഞ്ഞ മകള് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും 2019 മകള് ജനിക്കുന്നത്. 2020 ആയപ്പോഴേക്കും തന്നെ ഇത് നിർത്തി. 2021 കൊറോണ വന്നപ്പോഴേക്കും സാധനം കിട്ടുന്നില്ല, പരിപാടി കഴിഞ്ഞു. പക്ഷെ അവളുള്ളത് കൊണ്ട് ഞാൻ അറിയുന്നില്ല ടൈം സ്പെൻഡ് ചെയ്യുന്ന പരിപാടി. പക്ഷേ വീണ്ടും വർക്കിലോട്ട് കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷൻ, അതെ, ഇത് സാധനം പ്രത്യേകിച്ച് സിനിമാക്കാർ ഉണ്ടല്ലോ, സിനിമാക്കാരുടെ ഇടയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും. പക്ഷെ ഞാൻ 2021 ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 2019 ഒക്കെ ആയപ്പോഴേക്കും 18 ഒക്കെ ആയപ്പോഴേക്കും കെമിക്കൽ സിന്തറ്റിക്കിലോട്ട് പോയി. സിന്തറ്റിക് ഞാൻ എൻ്റെ ഒരു 19 വയസ്സിൽ ഞാൻ വിട്ടതാണ്, 20 വയസ്സിലൊക്കെ ആയപ്പോൾ. എന്റെ കോളേജ് സമയത്ത് ഞാൻ സിന്തറ്റിക്, കാരണം ഞാൻ ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭീകരം എന്ന് വെച്ചാൽ തിന്നുന്ന പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ 19, 20, 21 കാരണം സിന്തറ്റിക്കും കൂടെ വന്നപ്പോഴാണ്, മദ്യവും സിന്തറ്റിക്കും കൂടെ ഉള്ള സമയത്തായിരുന്നു എനിക്ക് ഈ പറഞ്ഞ അച്ഛനായിട്ടുള്ള ഇതിന്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ. അല്ലെങ്കിൽ ശ്രീനിവാസനെ ഒരാൾ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കും, ഒരിക്കലും പറ്റില്ല. ഒരു മലയാളി ചെയ്യൂല, അല്ലെങ്കിൽ ഒരാൾക്കും പറ്റില്ല. സ്വന്തം മകൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന്റെ ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട്. ഞാൻ ചെയ്യുന്നത് എനിക്ക് വലിയ ഒരു പിടുത്തമില്ല. പെട്ടെന്നുള്ള അഡ്രിനലിൻ റഷ് എന്ത് പറയുന്നത് അറിയില്ല, ഔട്ട് ബേസ്റ്റ് ഇതായിരുന്നു അന്നത്തെ. ഇന്ന് അതിൻ്റെ ഒരു ശതമാനം പോലില്ല. കാരണം സിന്തറ്റിക് ഇറങ്ങി പോയില്ലെങ്കിൽ, ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും, ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ ഇതിങ്ങനെ റഷ് കിടക്കിടക്ക് ഈ സാധനം. അപ്പോൾ നമ്മളെ ഭയങ്കര സുപ്പീരിയോറിറ്റി സാധനം കയറും. നമ്മളെന്തോ സംഭവം എന്നുള്ളൊരു സാധനം ഒന്നുമില്ല, നമ്മൾ ഇത് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആ സിന്തറ്റിക് ഞാൻ 19 വയസ്സിൽ കാണുമ്പോൾ അന്ന് കൊക്കൈനൊക്കെ ഉള്ളൂ, ഈ MDMA ഒക്കെ വളരെ ഇതാണ്. അപ്പം ഞാൻ 2020 കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സിന്തറ്റിക്കിൽ ഭീകരമായിട്ടുള്ള സിനിമ, മലയാള സിനിമയും ഓർഗാനിക് ഒന്നും ആർക്കും വേണ്ട. എനിക്ക് ആ വാക്ക് അതിന്റെ പേര് പറയുന്നത് ധ്യാൻ ഉണ്ടായ അനുഭവമാണ് ധ്യാൻ പറയുന്നത്. ധ്യാൻ ഒരു വലിയ ക്രൈസിസിൽ നിന്ന് റിക്കവറി എടുത്ത് വന്ന മനുഷ്യനാണ്. നമുക്കറിയാം ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി മലയാള ഇൻഡസ്ട്രിയിൽ 5 പേരെടുത്ത് കഴിഞ്ഞാൽ ആ 5 പേരിനകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് വ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും മറ്റേ. അപ്പം ഇതൊക്കെ യുവാക്കൾ, നമ്മൾ പറയുന്ന കുഞ്ഞുമക്കൾ, അവരൊക്കെ 12 വയസ്സ് താരമുള്ളൂ, ഇവരൊക്കെ ഈ പറയുന്ന ധ്യാനിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം അവർക്ക് ഇതവരെ സ്വാധീനിക്കുന്നില്ലേ? സിനിമ സ്വാധീനിക്കുകയാണെന്ന് സിനിമയിൽ ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും പടം ചെയ്യുന്ന വ്യക്തിത്വമാണ് ധ്യാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ സ്വാധീനിക്കുന്നില്ലേ? അവരിതൊക്കെ കാണുന്നുണ്ട്, അവരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ബേസിക് ആയിട്ടുള്ള പേരൻറ്റിംഗ് ആണ്. കുട്ടികളിലോട്ടുള്ള ശ്രദ്ധ പേരൻസിൻ്റെ കുറഞ്ഞിരിക്കുന്നു. എൻ്റെ ലൈഫ് തൊലച്ചത്, എൻ്റെ പഠനം ഇല്ലാതാക്കിയത്, എൻ്റെ പ്രണയം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എല്ലാം തൊലച്ചത് സിന്തറ്റിക്ക. അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ല ഞാൻ അവസാനം ഞാൻ കരഞ്ഞത് ആ സമയത്തായിരിക്കും. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എൻ്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലൈഫ് നമ്മൾ ഒന്നുമില്ലാതെ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം ഇല്ലാതെ. ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം, പിന്നെ അങ്ങനെ സിറ്റുവേഷൻ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ജീവിതത്തിൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇതിൻ്റെ ഫുൾ വീഡിയോ മനോരമ ന്യൂസിലുണ്ട്, നമുക്ക് അവൈലബിൾ ആണ് അവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.